സുഖത്തിനോട് വിമുഖരാണ്. എനിക്ക് സുഖമായിട്ടിരിക്കേണ്ട, എനിക്ക് കംഫർട്ട് സോണിലൂടെ ജീവിക്കേണ്ട, ഏത് പ്രശ്നം വന്നാലും നേരിടും. അങ്ങനെ പ്രശ്നം വരുന്നതിനെ നേരിടുക എന്നുള്ള ആ സാഹസികതയ്ക്ക് ഒരു സുഖമില്ലേ? 10-17 വയസ്സിൽ തന്നെ PhD എടുക്കുക. കേരളത്തിലെ സിസ്റ്റത്തിൽ അത് നടക്കുന്നില്ലല്ലോ. നമ്മൾ എത്ര മിടുക്കനും അടുത്ത ക്ലാസ്സും പറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ തന്നെ 10ാം ക്ലാസ്സിൻ്റെ മികവ് കാണിക്കുന്നെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് അതിനെ കയറ്റി ഇരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ വന്നാലേ ശരിയാവുകയുള്ളൂ. മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന വർഷങ്ങൾ എന്തിനാണ് കളയുന്നത്? ഇപ്പോൾ സാർ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ഉള്ളതും കാര്യമൊക്കെ തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പോൾ ഇതുപോലെ ഗവേഷണ ബുദ്ധിയും എല്ലാം നന്നായി ഉണ്ടായിട്ടും ഒരു കാലഘട്ടം എത്തുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? ആഗ്രഹിച്ചതും എല്ലാം ആയതായിരിക്കാം, പക്ഷെ അതായിരിക്കില്ല അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതിനകത്തൊരു കാര്യമുള്ളത്, ഈ നമ്മൾ ഏതൊരു വിഷയം പഠിച്ചാലും അത് നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമോ ആക്കണ്ടായോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതേത് സമയത്ത് ആപ്ലിക്കബിൾ ആകും? ചില വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും ഗുണം ചെയ്യുന്നത്. ചില വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഗുണകരമായി തീരും. നമുക്കിവിടെ വിധിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വിധിക്ക് പ്രാധാന്യം ഉണ്ടോ? വിധിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ശനിയിലേക്ക് പോവുകയാണ് പറഞ്ഞു വന്ന്. ശനിയാണ് എല്ലാത്തിൻ്റെയും പ്രധാനി. ശനിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നിൽക്കും. നമ്മൾ അവസാനം പറഞ്ഞ ഏത് വിഷയവും പറഞ്ഞ് അവസാനം എത്തുമ്പോൾ ശനിയിലേക്ക് ചെല്ലും. അതെന്തുകൊണ്ടാണ് ആ ശനിയിലെത്തി നിൽക്കുന്നത്? അല്ല, എല്ലാം ഒന്ന് അവസാനിക്കുന്നത്. അതിലേക്ക് പറഞ്ഞു വരാം നമുക്ക്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ശനിയാണ് ഒരു അസാധാരണമായ അനുഗ്രഹത്തിൻ്റെ ആള്. ഗ്രഹം. ഈ കുട്ടികൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാണാ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരിടത്തൊരു ജോലി ഇരിക്കുക. കാരണം അവരുടെ ജീവിതം വിരസതയാർന്ന. ശനിയുടെ അനുഗ്രഹം ഇല്ലാത്തവരുടെ എല്ലാം ജീവിതം വിരസമാർന്നതാണ്. അവർക്ക് ഒന്നിൻ്റെയും ആഴങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല, ഇനി അപ്പുറം എന്തെന്ന് അറിയണമെന്നില്ല. അവരെപ്പോഴും കംഫർട്ട് സോണിൽ മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ സുഖ സൗകര്യമായ ഒരു മേഖലയെ മെച്ചപ്പെടുത്തിയെടുത്തിട്ട് അതിലൂടെ ഒരു പുരുഷായുസ്സങ്ങ് പോയി കിട്ടണം, ബാക്കി എല്ലാത്തിനെയും ഭയക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ഗ്രഹനില നോക്കുമ്പോൾ അവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൻ്റെ വിദ്യാഭ്യാസം എവിടെയായി തീരുമെന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബുധൻ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കും എന്ന് ഞാൻ പറഞ്ഞു. അവൻ ലോകമഹാനായി തീരാനാണ് യോഗമുണ്ടോ ഉള്ളത് എന്ന് നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ശനിയുടെ ബന്ധത്തിൻ്റെ പ്രാധാന്യം നോക്കും. സുഖവൈമുഖ്യം ഉള്ളവൻ മാത്രമേ ലോകത്തിലെ മഹാനാവുകയുള്ളൂ. സുഖത്തിനെ മോഹിച്ചിരിക്കുന്നവനാവരുത്. എല്ലാവരും എന്താണ്, നമ്മളൊരു 1,00,000 പേരെ എടുത്താൽ 8-10 പേര് കാണും സുഖവൈമുഖ്യം ആഗ്രഹിക്കുന്നവർ. സുഖത്തിനോട് വിമുഖരാണ്. എനിക്ക് സുഖമായിട്ടിരിക്കേണ്ട, എനിക്ക് കംഫർട്ട് സോണിലൂടെ ജീവിക്കേണ്ട, ഏത് പ്രശ്നം വന്നാലും നേരിടും. അങ്ങനെ പ്രശ്നം വരുന്നതിനെ നേരിടുക എന്നുള്ള ആ സാഹസികതയ്ക്ക് ഒരു സുഖമില്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. മറ്റുള്ളവരങ്ങനെയല്ല ചിന്തിക്കുന്നത്. അയ്യോ ഭഗവാനെ, അങ്ങനൊന്നും വരാൻ പാടില്ല. അതിനാണ് ഭൂരിപക്ഷം പേരും ജ്യോതിഷം നോക്കുന്നത്. മനസ്സിലായി? അപൂർവം ആളുകൾ തന്നെ എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ സുഖവൈമുഖ്യമുള്ളവരെ. ഇനി എനിക്ക് എന്തെല്ലാം സാഹസികമായി ചെയ്യാനൊക്കെ ഞാൻ അവരുടെയൊക്കെ കുറിച്ച് വയ്ക്കും. ഇങ്ങനെയുള്ളവരും അപൂർവമായിട്ട് നമ്മളുടെ മുന്നിൽ എത്തുന്നുണ്ടല്ലോ എന്ന്. ഇനി എന്തായിരിക്കാം, ഇനി എപ്പോഴൊക്കെ എൻ്റെ സുഖം പോകും എന്നൊരു ചിന്തയില്ല, എൻ്റെ സ്വസ്ഥത നശിക്കാനിടയുണ്ടോ എന്നൊരു ചിന്തയില്ല. ഞാൻ ജീവിതത്തിനെ ആത്യന്തികമായി ഭയപ്പെടുന്നില്ല. ഈ ഭയമില്ലാത്തവർ എന്ന് പറയുന്നത് സുഖവൈമുഖ്യം ഉള്ളവരാണ്. ഈ വിമുഖത സുഖത്തിനോട് ഉള്ളത് എങ്ങനെയാണ്? ശനിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ശനിയുടെ അനുഗ്രഹമുള്ളവനെ മരണക്കിണറിലൂടെ കാർ ഓടിക്കാനൊക്കെ. ശനിയുടെ അനുഗ്രഹമുള്ളവന് ഈ വലിയ കായികാഭ്യാസം ശൂന്യതയിലൂടെ ബൈക്ക് ഓടിക്കുക കണ്ടിട്ടില്ലേ? മൈക്രോ സെക്കൻഡ്സിലേക്ക് ബ്രെയിനെ എത്തിക്കുന്നത് ശനിയാണ്. വർത്തമാനകാല നിമിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ശനിയാണ്. പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ കാരകൻ ശനിയാണ്. ഒരാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഈ കൺപോളെ അടഞ്ഞു തുറക്കുന്നതിന് പോലും നാട്യശാസ്ത്രത്തിൽ കണക്കുകളുണ്ട്. എത്രമാത്രം ചുണ്ടുകൾ ചിരിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. ഇതെല്ലാം ശനിയാണ് തരുന്നത്. ശുക്രനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കലയിലൊക്കെ വലിയ പ്രാധാന്യം വരുന്നെങ്കിലും അതിൽ അസാധാരണമായ ഗവേഷണത്തോടുകൂടി പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടിയൊക്കെ ചില നടികളും ഒക്കെ വരുന്ന കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ വരണമെങ്കിൽ അവിടെ ശനിയുടെ അനുഗ്രഹം ഏതെങ്കിലും തരത്തിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഗ്രഹനില നോക്കുമ്പോൾ, ഒരു കുട്ടിയുടെ ഗ്രഹനില നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത് ഈ കുട്ടി സയൻറ്റിസ്റ്റ് ആകും, ഈ കുട്ടി ജഡ്ജി ആകും,
ഈ കുട്ടി നയതന്ത്ര പ്രതിനിധിയാകും. ഞാൻ മിനിഞ്ഞാന്നൊരു ഗ്രഹനില നോക്കിയിട്ട് പറഞ്ഞത് ഈ കുട്ടി നയതന്ത്ര പ്രതിനിധിയാകുമെന്ന്. ഇപ്പോൾ IFS അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകല്ലോ. അത് നമ്മൾ അങ്ങനെ നോക്കി നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് പ്രവചിക്കാൻ സാധിക്കണം. ഇത് മാതാപിതാക്കൾക്ക് കുട്ടിയെ വളർത്തുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമായ കാര്യമായിരിക്കും. പക്ഷേ അസാധാരണത്വം നിഴലിക്കുന്ന ഗ്രഹനിലയുള്ള കുട്ടികളെ ഒരുപാട് വളച്ചൊടിക്കപ്പെടുന്നതായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നുകിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുക, കുറേ പർവ്വതങ്ങളിലേക്ക് കൊണ്ട് നടത്തുക, ലോകരാജ്യങ്ങളിലൊക്കെ കറങ്ങാൻ പോകുക, ആരെങ്കിലും വീട്ടിലിരുത്തി 2-3 ഭാഷകൾ പഠിപ്പിക്കുക, 10-17 വയസ്സിൽ തന്നെ PhD എടുക്കുക. കേരളത്തിലെ സിസ്റ്റത്തിൽ അതൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മൾ എത്ര മിടുക്കനും അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ തന്നെ 10ാം ക്ലാസ്സിൻ്റെ മികവ് കാണിക്കുന്നെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് അതിനെ കയറ്റി ഇരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ അത് പോസിബിൾ അല്ലല്ലോ. പണ്ടുണ്ടായിരുന്നു, ഇവിടെയും വളരെ പണ്ടുണ്ടായിരുന്നു. എൻ്റെ അകന്ന ബന്ധുക്കളൊക്കെ ചിലർ അങ്ങനെ വന്നിട്ടുണ്ട്, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരണം, അങ്ങനെ വന്നാലേ ശരിയാവുകയുള്ളൂ. മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന വർഷങ്ങൾ എന്തിനാണ് കളയുന്നത്? കുട്ടിയുടെ സാധ്യത അനന്തമാണെങ്കിൽ അവനൊരിക്കലും ഇന്നത്തെ രീതിയിലുള്ള സ്കൂളിൽ ഒതുങ്ങാൻ പാടില്ല. അതിന് അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും മഹാധനികരായിരിക്കുന്ന ആളുകൾ ധാരാളം ഉള്ള കാലത്ത് വേറെ ഏതെങ്കിലും വെള്ളക്കാരുടെ രാജ്യങ്ങളിലെ അത്തരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കയറ്റി അയക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. ഇവിടെ മാതാപിതാക്കളൊക്കെ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്യന്തികമായി ഓർക്കേണ്ടത്, ഒരു ജ്യോത്സ്യൻ നോക്കുന്നത് ശനി, ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ കൊണ്ട് നോക്കും. ഇവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മൗഢ്യം, മുമ്പേ കാവ്യ ചോദിച്ച ഉത്തരത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഗ്രഹനിലയിൽ ചന്ദ്രന് ബലമില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗ്രഹനിലയിൽ ചന്ദ്രന് ബലമില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം. ചൊവ്വായും ശുക്രനും കൂടിയോ, ചൊവ്വായും ശുക്രനും രാഹുവും കൂടിയോ ഒക്കെ യോഗം ചെയ്തിരിക്കുന്നെങ്കിൽ ലൈംഗിക ആസക്തിയിലേക്കൊക്കെ വളരെ നേരത്തെ തന്നെ പോകാനിടയുണ്ട്. അത് അങ്ങ് കോമണായിട്ട് പൊതുവായിട്ട് പറയുകയല്ല. അത് ഇന്ന രാശികളിൽ ഇന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ട് ഇന്ന ലഗ്നങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൂക്ഷ്മ വശങ്ങളുണ്ട്. ഞാനതൊന്നും വെച്ചുകൊണ്ടല്ല പറഞ്ഞത്, അതിനെക്കുറിച്ച് ഏകദേശ ധാരണയ്ക്കാണ് പറഞ്ഞത്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അമിതമായ ലൈംഗികാസക്തിക്കിടയുണ്ടോ? അപ്പോൾ കുട്ടികളുടെ ലൈംഗിക സ്വഭാവം എങ്ങനെയായിരിക്കും? സ്വാതന്ത്ര്യബോധം എവിടെയായിരിക്കും? ലൈംഗികതയിലാണോ സ്വാതന്ത്ര്യബോധം? അതോ പഠനത്തിലായിരിക്കുമോ സ്വാതന്ത്ര്യബോധം? അതോ കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങളിലായിരിക്കുമോ സ്വാതന്ത്ര്യബോധം? അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ഓരോന്നൊക്കെ അഴിച്ചുപണിയിലുമൊക്കെ ഇതിലായിരിക്കുമോ സ്വാതന്ത്ര്യബോധം? അതല്ലെങ്കിൽ കലയുടെ അസാധാരണമായ തലങ്ങളിലേക്ക് പോകാനാണോ സ്വാതന്ത്ര്യബോധം? ഇതൊക്കെ നമ്മൾ ഗ്രഹനില കണ്ട് നോക്കി അറിഞ്ഞിട്ട് വേണം അതിനുവേണ്ടി സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള പരിഹാരം വേണമെന്ന് നിശ്ചയിച്ച് പറയണം. പിന്നെ മറ്റൊരു കാര്യം, ചില പ്രായങ്ങളിലൊരു മാറ്റമുണ്ട്. പുരുഷന്മാർ നശിക്കുന്ന പ്രായം 29-30. അതുവരെ മദ്യപിക്കാത്തവർ മദ്യപിച്ചു തുടങ്ങും. മറ്റ് പല ദുസ്വഭാവങ്ങളിലേക്കും ഒക്കെ പോകാം. അതുവരെയുള്ള നിലവാരങ്ങളെല്ലാം തകരാം. സ്വഭാവഹത്യ എന്ന് ജ്യോതിഷത്തിൽ പറയും. അത് സ്വഭാവത്തിന് ഹത്യ ഉണ്ടാകുക. പിന്നെ അതിനുശേഷം പുരുഷന്മാർക്ക് മാറ്റം വരുന്നത് 40-42. അതുവരെ അപ്പോഴും കുഴപ്പം വരാത്തവർ പിന്നെ പോയി വീഴുന്നത് 55 വയസ്സിലാണ് പിന്നൊരു വീഴ്ച വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറേയേറെ ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. എപ്പോഴൊക്കെ ഇതുവരെ ഇല്ലാത്ത സ്വഭാവം വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ ഏതൊരു കുഞ്ഞിൻ്റെയും ഗ്രഹനില നോക്കിയിട്ട് ഈ കുട്ടിയുടെ സാധ്യതകളെക്കുറിച്ച് അറിയേണ്ടതും യഥാർത്ഥത്തിൽ കൂടുതൽ മുന്നിലേക്ക് വന്നിരിക്കുന്ന ടാലൻ്റ് ഏതാണെന്ന് തിരിച്ചറിയേണ്ടതും, ചിലർക്ക് ഒട്ടനവധി കഴിവുകൾ കാണും, അതിൽ ഏതൊക്കെ തന്നെ കൂടുതലായിട്ട് വരും എന്നുള്ളത് തിരിച്ചറിയേണ്ടതും, ബഹുമുഖ പ്രതിഭകളുണ്ട്, അവരെ ഒരു വിഷയത്തിലേക്ക് മാത്രം ഉന്തിവിടാനൊക്കെ ഇല്ല. അവരാണ് 1 മണിക്കൂർ ഒരു സബ്ജക്റ്റ് പഠിക്കും, അതിന് വളരെയേറെ ആഴമേറിയ പഠനമായിരിക്കും, പക്ഷേ അടുത്ത മണിക്കൂർ മറ്റൊരെണ്ണമായിരിക്കും. അങ്ങനെ വികേന്ദ്രീകൃതമാണെങ്കിലും ഏകാഗ്രതയോടുകൂടി അനവധി വിഷയങ്ങളെ പഠിച്ചെടുത്തിട്ട് ബഹുമുഖ പ്രതിഭയായി നിൽക്കുന്നവരുമുണ്ട്. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ആധികാരികതയുള്ള ഒരു ജ്യോത്സ്യൻ്റെ സഹായം തേടേണ്ടത് മാതാപിതാക്കൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. താങ്ക് യു സർ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക്
വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.